നിലമ്പൂരിലേക്ക് പോവുകയാണ്. സുഹേൽ മുഹമ്മദ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹേൽ, ഇനി ചർച്ച നടക്കുക ഈ വോട്ടുകൾ എവിടെ നിന്ന് വന്നു, UDF സ്ഥാനാർത്ഥിക്ക് ഒപ്പം തോറ്റവർ അത് ഏത് നിലയ്ക്ക് തോൽവിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു, അങ്ങനെ ഇപ്പോൾ തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും UDF വർഗീയതയെ കൂട്ടുപിടിച്ച് നേടിയ വിജയം എന്നിങ്ങനെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ആ നിലയ്ക്കായിരിക്കുമല്ലോ ഈ മണ്ഡലത്തിലെ ചർച്ചകൾ, ഈ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ പുരോഗമിക്കുക. എന്തൊക്കെയാണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ, സുഹൈൽ? ആഘോഷ പെരുമഴയാണ് നിലമ്പൂരിലെങ്ങും. കുത്തിയൊലിക്കുന്ന മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. പക്ഷെ ആ മഴയ്ക്കൊന്നും ഇവിടുത്തെ ആവേശത്തെ തണുപ്പിക്കാനാകുന്നില്ല, കെടുത്താനാകുന്നില്ല. അത്തരത്തിൽ UDF പ്രവർത്തകരുടെയും മുന്നണി പ്രവർത്തകരുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ പങ്കാളികളായ എല്ലാവരുടെയും മികച്ച രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ എങ്ങും കാണാനാകുന്നത്. നമ്മൾക്കറിയുന്ന പോലെ തന്നെ സമാധിയില്ലാത്ത രീതിയിൽ ചരിത്ര ഭൂരിപക്ഷം തന്നെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്. 2016-ൽ അൻവറിനോട് 11,500 വോട്ടുകൾക്കാണ് തോറ്റതെങ്കിൽ ഇതാ 2026 ഉപതെരഞ്ഞെടുപ്പിൽ അതിന് തക്ക മറുപടി അൻവറിനും LDF-നും കൊടുത്തിരിക്കുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്ത് നേരിട്ടത് LDF-നോടൊപ്പമുള്ള അൻവറിനെ ആയതിൽ അൻവറിനെയും LDF-നും വെവ്വേറെ നേരിട്ട ചരിത്ര ഭൂരിപക്ഷം നേടിയതിന്റെ ആവേശം അതെങ്ങും തിരയടിക്കുന്നുണ്ട്. അതിൽ അസ്വാഭാവികതയില്ല. കാരണം 10-25 ദിവസം ഒരേ മനസ്സോടെ, ഒരേ കൈയോടെ, ഒരേ പ്രവൃത്തി ചെയ്ത ഒരു കൂട്ടം മനുഷ്യർ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി രാപ്പകലില്ലാതെ അധ്വാനിച്ചവർ, ഇവരെല്ലാം നമ്മൾ കണ്ടതാണ്. കലാശക്കൊട്ട് 3 മുന്നണികളുടേതായിരുന്നെങ്കിൽ ഇതാ വിജയം അത് UDF-ന്റേതാകുന്നു. വിജയാഘോഷം അത് UDF-ന്റേത് മാത്രമാകുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി വാനോളം ഉയരുന്നു. ഒപ്പം നിലത്ത് ഒരു പുഴു മണ്ടാൽ പോലും എത്താത്ത രീതിയിൽ ജനപ്രവാഹമാണ്, ജനസാഗരമാണ്. ഇപ്പോൾ അല്പം തണുത്തിരിക്കുന്ന ആഘോഷം അത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഇരിക്കുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അതായത് 10-25 ദിവസം UDF-ന്റെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഊർജ്ജവും ഇന്ധനവും നൽകിയ കേന്ദ്രത്തിലായിരുന്നു. ആ കേന്ദ്രത്തിലായിരുന്നു നേരത്തെയൊക്കെ വിജയാഘോഷം അതങ്ങനെ പൊടിപൊടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ചുങ്കത്തറയിലെ സ്റ്റേഷൻ, ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക്, ഈ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിലേക്ക് പോയിരിക്കുകയാണ്. ചില നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കാനുണ്ട്, ഒപ്പിടാനടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹം തുറന്ന ജീപ്പിൽ ഇതാ ഈ വഴിയോരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ചുങ്കത്തറയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അല്പം ഈ സമയത്ത് ഈ നമ്മൾ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനടുത്ത് ആവേശം കുറഞ്ഞത്. എന്നിരുന്നാലും കുറഞ്ഞു എന്ന് പറയാനാകില്ല. അത് എന്താണ് ഈ പറയുന്നത് പോലെ ആഞ്ഞു കത്താൻ അല്ലെങ്കിൽ അത്രത്തോളം ഊർജ്ജത്തോടെ തിരിച്ചു വരാൻ അല്പസമയം മാത്രം മതി. ചുങ്കത്തറ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിലമ്പൂർ അങ്ങാടിയിലേക്ക് വലിയ ഘോഷയാത്ര പ്രകടനം നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നോളം ഈ നിലമ്പൂർ കണ്ടതിൽ ഏറ്റവും വലിയ പ്രകടനമായിരിക്കും, ആഘോഷമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2011-ന് ശേഷം 9 വർഷത്തെ നീണ്ട LDF ഭരണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടുന്നു. അത് മാത്രമല്ല 2008-ന് ശേഷം മണ്ഡലം പുനഃസംഘടിപ്പിച്ചു. 2011-ൽ അന്ന് ആര്യാടൻ മുഹമ്മദ് പിതാവ് ജയിച്ചത് 5000 ചില്ലാനും വോട്ടുകൾക്ക് മാത്രമാണ്. അങ്ങനെ 2011 മുതൽ UDF-ന് അത്രത്തോളം ഫേവറബിൾ അല്ലാത്ത ഒരു മണ്ഡലത്തിൽ 11,070 വോട്ടെന്ന മികച്ച ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് 10 മാസത്തേക്കാണെങ്കിൽ 10 മാസത്തേക്ക് നിലമ്പൂരിന്റെ സാരഥിയായി നിയമസഭയിലെത്തുമ്പോൾ ഈ നാട്ടുകാർക്ക് 9 വർഷത്തെ ഒരു പക അല്ലെങ്കിൽ 9 വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ് പൂവണിയുന്നത്. അതും റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയുന്നത് പോലെ തന്നെ രാവന്തിയോളം ജോലി ചെയ്ത പ്രവർത്തകരുണ്ട്, അണികളുണ്ട്. നേതാക്കളെ മാത്രമല്ല പറയുന്നത്, ബൂത്ത് തലത്ത് തൊട്ട് ഗ്രൗണ്ട് വർക്ക് അടക്കം ചെയ്ത സാധാരണക്കാര അണികളുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ വലിയ ഊർജ്ജം പകരുന്നു. അതിനേക്കാൾ ഉപരി 2026-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കണക്കാക്കുമ്പോൾ ഈ വിജയം തെല്ലൂർജ്ജമൊന്നുമല്ല UDF കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. ആ ഊർജ്ജം തന്നെയാണ് ഈ മനുഷ്യരിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ആ ഇന്ധനം തന്നെയാണ് 2026-ലേക്കുള്ള ടെസ്റ്റ് ഡോസായി അല്ലെങ്കിൽ ട്രയലായി ഇവർ കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിഗംഭീര വിജയം നേടിയതിന്റെ ആശ്വാസം, അതിനപ്പുറം ആത്മവിശ്വാസം അത് തന്നെയാണ് ഈ കാണുന്ന ആഘോഷത്തിന്റെ ഇന്ധനവും ഊർജ്ജവും. ഇനി അങ്ങോട്ടും ഈ ഇന്ധനവും ഊർജ്ജം ഇപ്പോൾ ഈ ആഘോഷ പകലാണത് രാവോളം നീളുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ ആഘോഷങ്ങൾക്ക് ചെറിയ രീതിയിൽ അഴിവ് വന്നിട്ടുണ്ട്. അതിന് കാരണം സ്ഥാനാർത്ഥി ഇപ്പോൾ ചുങ്കത്തറയിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ്. അല്പസമയം, ഏകദേശം 1.5 മണിക്കൂറിനകം ഈ കാണുന്ന ഇടം ജനസാഗരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിലമ്പൂർ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ളൊരു വിജയാഘോഷ പ്രകടനത്തിന് 2011-ൽ ആര്യാടൻ മുഹമ്മദിന്റെ വിജയത്തോടനുബന്ധിച്ചുണ്ടായ ഒരു പ്രകടനം മാത്രമാണ് നിലമ്പൂരിൽ അവസാനമായി UDF കൊട്ടിഘോഷിച്ച പ്രകടനം. മറ്റ് ഈ പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രിയങ്ക ഗാന്ധിക്ക് വലിയ മികച്ച വോട്ടും ഭൂരിപക്ഷം ലഭിച്ചിരുന്നെങ്കിലും അത് ഈ മണ്ഡലത്തിന്റെ മാത്രം ഫേവറബിളായ കണ്ടീഷൻ ആയിരുന്നില്ല. പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് മാത്രം വരുമ്പോൾ 2011-ന് ശേഷം ഈ മണ്ഡലം കോൺഗ്രസിന്റെ UDF-ന്റെ ജനസാഗരമാകുന്ന ഒരു ഘോഷയാത്രയ്ക്ക് പ്രകടനം. ശരി, ഏതായാലും വലിയ ആവേശത്തിലാണ് നിലമ്പൂരിൽ UDF പ്രവർത്തകർ. ഇപ്പോൾ തന്നെ പ്രവർത്തകരുടെ ആവേശം അത് അണപൊട്ടുകയാണ്. സുഹേൽ മുഹമ്മദ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു.